ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാൽദീവ് സീരീസിൻ്റെ നമ്മുടെ 5ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് നമ്മൾ ഡബിൾ ഡക്കർ ബസ്സിൽ കയറിയിട്ട് നമ്മൾ താമസിക്കുന്ന മാലെ ഐലൻഡിൽ നിന്ന് തൊട്ടടുത്തുള്ള മറ്റൊരു ഐലൻഡിലേക്ക് പോവുകയുണ്ടായി. ചൈന മാൽദീവ്സ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് കയറിയാണ് നമ്മൾ പോയത്. വളരെ പ്രശസ്തമായൊരു പാലമാണത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ ബസ്സിൽ കയറണമെങ്കിൽ നമ്മൾ ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് എടുക്കണം. ഇവിടുത്തെ ലോക്കൽസിനാണെങ്കിൽ അവരുടെ കയ്യിൽ അതിൻ്റെ ട്രാവൽ കാർഡുകളുണ്ടാവും, അത് മതി. പക്ഷേ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ കാർഡുകൾ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്നാൽ മതി. ഇതല്ലെങ്കിൽ മറ്റേ ബോട്ട് ജെട്ടിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടും. അപ്പം ഞങ്ങൾ ഈ ടിക്കറ്റ് എടുത്തത് മാലയിലുള്ള ബോട്ട് ജെട്ടിയിൽ നിന്നാണ്. ടെർമിനൽ നമ്പർ 7ൻ്റെ അടുത്ത് തന്നെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു, ബുക്കിംഗ് കൗണ്ടർ. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റിന് ഒരാൾക്ക് 10 റുപ്പിയാണായത്. 10 റുപ്പിയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാലയിൽ നിന്ന് തുടങ്ങി ഇവിടെ തൊട്ടടുത്തുള്ള അടുത്ത ഐലൻഡിൽ പോയിട്ട് അവിടെ നിന്ന് ആ ബസ് തിരിച്ചിവിടെ തന്നെ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബസ്സിൽ തന്നെ ഇരുന്നിട്ട് തിരിച്ചിവിടെ വരുമ്പോൾ ഇറങ്ങിയാൽ മതി. ഇതല്ല നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ വീണ്ടും കയറണമെങ്കിൽ വീണ്ടും 10 റുപ്പിയുടെ ഒരു ടിക്കറ്റ് കൂടി എടുക്കേണ്ടി വരും. 10 റുപ്പിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 50 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ നേരെ പോയത് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇവിടെയാണ് മാലെ ഐലൻഡിലുള്ള ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവരോട് ചോദിക്കാം നമുക്ക് പോകേണ്ട വണ്ടി ഇന്നതാണ്, അപ്പോൾ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്, അപ്പോൾ ഏത് നമ്പർ ബസ്സിലാണ് കയറേണ്ടതെന്ന് നോക്കുക. ഇവിടെ എല്ലാം നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഏത് നമ്പർ വണ്ടിയിലാണ് കയറേണ്ടതെന്ന് അവരോട് ചോദിക്കുക. അവരത് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ നമ്പറിൽ തന്നെ ഡബിൾ ഡക്കർ ബസ്സുകളും ഉണ്ടാവും, സിംഗിൾ ഡക്കർ ബസ്സുകളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിൽ കയറാൻ പറ്റും. ഒരേ നമ്പറിലുള്ള പല വണ്ടികൾ അവിടെ ഉണ്ടാവും. മീൻസ് ഡബിൾ ഡക്കർ അല്ലെങ്കിൽ സിംഗിൾ ഡക്കർ. അപ്പോൾ നമുക്ക് ഡബിൾ ഡക്കറിൽ കയറാൻ താല്പര്യമുള്ളവർ ഡബിൾ ഡക്കർ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് കയറാം. നമ്മൾ ചെന്നപ്പോഴേക്കും ഭാഗ്യത്തിന് ഒരു ഡബിൾ ഡക്കർ ബസ് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂ നിന്ന് അതിനകത്ത് കയറി. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മെഷീനാണ് കാർഡ് സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ കാർഡുള്ളവർ അല്ലെങ്കിൽ മൊബൈലിൽ അതിൻ്റെ ആപ്പ് ഉള്ളവർ ആ ബാർകോഡ് ഇവിടെ സ്കാൻ ചെയ്യും. അല്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ നമ്മളെപ്പോലെ ടിക്കറ്റ് എടുത്ത് വരുന്നവരാണെങ്കിൽ ഇവിടെ ഒരു കണ്ടക്ടർ നിൽക്കുന്നുണ്ടാവും. അയാൾ ടിക്കറ്റ് കാണിക്കണം. അപ്പോൾ അവർ നമ്മൾക്ക് അകത്തേക്ക് കയറിക്കോളാൻ പറയും. ഇവിടെ ശ്രദ്ധിച്ചത് എല്ലാവരും ക്യൂ നിന്നാണ് ചെയ്യുന്നത്. എല്ലാവരും കയറുമ്പോൾ തന്നെ ഇത് സ്കാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അവിടെ കണ്ടക്ടർ നിൽക്കുന്നുണ്ട്. അല്ലാത്തവരുടെ അടുത്ത് നിന്ന് ടിക്കറ്റ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുകളിലത്തെ നിലയിലേക്കാണ് പോയത്. അപ്പർ ഡെക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അപ്പർ ഡെക്കിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊക്കെ അവിടെ കയറിയിരിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റോപ്പാണ് ബസ്സിൻ്റെ. അതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. ഇപ്പോൾ അപ്പർ ഡെക്കിലാണെങ്കിലും അധികം നേറ്റീവായിട്ടുള്ള ആളുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഈ ടൂറിസ്റ്റേഴ്സാണ് മിക്കവാറും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ നമുക്ക് സ്ഥലവും കിട്ടി. ഫ്രണ്ട് സീറ്റിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് എടുത്തു. ബസ് പതുക്കെ പോകാൻ തുടങ്ങി. ബസ് പോകുമ്പോൾ ഭയങ്കര ഹൈറ്റിൽ നിന്നുള്ള കാഴ്ചകൾ ഒത്തിരി എൻജോയബിളാണ്, ഒത്തിരി പ്ലീസിങ് ആണ്. ഇന്ന് നല്ല ക്ലൈമറ്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചകളെല്ലാം നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ്സൊക്കെ അത്യാവശ്യം നല്ല ക്ലിയറാണ്. നമ്മുടെ നാട്ടിലെ KSRTCയുടെ ഡബിൾ ഡക്കറിൽ കയറിപ്പോയ യാത്രയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്. അതിൻ്റെ ചില്ലൊക്കെ ഒത്തിരി ഫെയ്ഡഡ് ആയിരുന്നു. പക്ഷേ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചില്ലെല്ലാം നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി വണ്ടികൾ പോകുന്നു. നമ്മൾ പുറകിൽ കൂടെ പോയിട്ട് ഏതെങ്കിലും സിഗ്നലോ എന്തെങ്കിലുമൊക്കെ എത്തി നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരം താഴത്തെ വണ്ടിയിൽ ഇപ്പം മുട്ടും എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയൊരു പേടി തോന്നിപ്പിക്കുന്ന വിധത്തിലുമായിരുന്നു ഈ യാത്ര. സിയാൻ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ട്രാവല്. ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ 1 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മുടെ ചൈന മാൽദീവ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിലെത്തിയത്. ഈ പാലം ചൈന പണിത് കൊടുത്തതാണ് മാൽദീവ്സിന് വേണ്ടിയിട്ട്. ഇൻ്റർനാഷണൽ എയർപോർട്ടിനെയും അതേപോലെ മാലെ ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഇതിനെപ്പറ്റി ഒത്തിരി ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയാണ് ആദ്യം ഈ പാലത്തിന് ഫണ്ട് ചെയ്യാമെന്ന് ഏറ്റിരുന്നത്. പിന്നീട് പല പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം അതിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയും അങ്ങനെ ചൈനയാണ് മാൽദീവ്സിനെ ഈ പാലം പണിയാനായിട്ട് ഹെൽപ്പ് ചെയ്തതെന്നൊക്കെയുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണെന്നോ എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും ഹൈറ്റിലിരുന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. ഈ കടലിൻ്റെ വ്യൂ ആണെങ്കിലും കടലിനോട് ചേർന്ന് കിടക്കുന്ന എയർപോർട്ടിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ കിടക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കയറിയ മാലെ ഐലൻഡിൽ നിന്ന് ഈ ബ്രിഡ്ജ് നേരെ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എയർപോർട്ട് ഐലൻഡിലേക്കാണ്. അപ്പോൾ
അപ്പോൾ ഈ എയർപോർട്ട് ഐലൻഡിൽ ഇതേപോലെയുള്ള ഫ്ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്തുനിന്ന് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ കടലിൻ്റെ നീല നിറം നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു യാത്ര കൂടിയായിരുന്നു ഇത്. ഇത്രയും ചെറിയ ഐലൻഡിൽ ഇത്ര പെടുത്ത വണ്ടികളുണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതേമാതിരിയാണ് വാഹനങ്ങളുടെ തിരക്ക്. ബൈക്കുകളായിട്ടും സ്കൂട്ടറുകളായിട്ടും അതേപോലെ കാറ്, വലിയ വാഹനങ്ങൾ, ഇതെല്ലാമായിട്ട് ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇത്രയും വണ്ടികൾ ഈ ഐലൻഡിൽ ഉണ്ടോ എന്നാണ് ശരിക്കും നമ്മൾ ആദ്യം അത്ഭുതപ്പെട്ടു പോവുക. നമ്മളീ പോകുന്ന റോഡിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ ഇവർ ഷെഡ് പോലെ വാർത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലെല്ലാം സോളാർ പാനലുകളാണ്. ഇവിടേക്ക് വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മുഖ്യ ഘടകവും ഈ സോളാർ പാനലുകൾ തന്നെയാണ്. ഡീസൽ എഞ്ചിനിൽ നിന്നാണ് ഇവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സോളാർ പാനലും വെച്ചിട്ടാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ സോളാർ പാനൽസൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഐലൻഡ് മൊത്തം, ഈ റോഡിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് ഇതേപോലെ സോളാർ പാനൽ, കടലിനോട് ചേർന്ന് കിടക്കുന്ന സൈഡ് മൊത്തം ഇതേപോലെ സോളാർ പാനലുകളാണ്. അങ്ങനെ ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ്. ഇതിൽ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് സ്റ്റേഷൻ ഇവിടെയാണ് വന്നിരുന്നത്. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് നമുക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇവിടെയാണ് കൊണ്ടുവന്ന് ഇറക്കുന്നത്. ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും 1-2 ഫ്ലൈറ്റുകൾ സീയിലേക്ക് ലാൻഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കാം. ഒത്തിരി ദൂരെയായിരുന്നു, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഒരു സൈഡിലാണ് ബസ് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നത്. നമുക്ക് തിരിച്ച് പോരേണ്ട ബസ്സിൽ കയറാനാണെങ്കിലും നമ്മൾ അവിടെ തന്നെ നിന്നാൽ മതി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു റൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ബസ്സുകൾ ഓടുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അടുത്ത സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ തിരിച്ചുള്ള ബസ്സുകൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പോയ വഴി കൂടെ തന്നെ ഇത് തിരിച്ചു വരുന്ന രീതിയല്ല, പോയി കറങ്ങി ഐലൻഡിനെ കറങ്ങി മറ്റൊരു വഴിയിലൂടെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. സാധാരണ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് ഒരു ഷെഡ് പോലെ തന്നെ കെട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള ബസ് സ്റ്റോപ്പുകളിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ എല്ലാ ബസ്സുകളും അവിടെ നിർത്തും. അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു പോരാനാണെങ്കിലും റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി ബസ് കയറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ നിന്നാൽ മതി. അപ്പോൾ നമ്മളിവിടെ വന്നത് ഒരു പാർക്കിലേക്കാണ് വന്നത്. പാർക്കിൽ നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ തിരിച്ച് മറ്റൊരു ബസ്സിൽ കയറിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തത് തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. നമുക്കിങ്ങനെ ടിക്കറ്റ് അവൈലബിൾ ആവുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ, അല്ലെങ്കിൽ ബോട്ട് ജെട്ടികൾ, അല്ലെങ്കിൽ പാർക്കുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ടിക്കറ്റ് കിട്ടും. ഇതല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഏറ്റവും നല്ലത് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് എടുക്കുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പുകളും ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് കയറി തിരിച്ച് ബസ്സിൽ പോരാനും പറ്റും. ഡബിൾ ഡെക്കർ ബസ്സിലെ ഈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും പല കാര്യങ്ങളും നമ്മൾ മാൽദീവ്സിൽ സ്പെൻഡ് ചെയ്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ മാൽദീവ്സിൽ എൻജോയ് ചെയ്ത പല കാര്യങ്ങളും അടങ്ങിയ മറ്റ് വീഡിയോസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.